ഇംഗ്ലീഷ് ബസ്സിൽ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഏത് സെൻറ്റൻസ് പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണട്ടെ. അതിനുള്ള ക്ലാസ്സുകൾ, ഇപ്പോൾ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഞാൻ അത്ര ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളാണ്, അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ അവസാന ഭാഗത്തായിട്ട് ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, സമയം, ടൈം. ഈ ടൈം എങ്ങനെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ ഈ സമയത്തിനെ എങ്ങനെയൊക്കെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിപ്പോൾ എളുപ്പമല്ല, യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ ഇങ്ങനെ പറഞ്ഞാൽ പോരെ. അല്ല, ഒരുപാട് ഉണ്ട് അതിൽ പഠിക്കാനായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്നുള്ളത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറയുന്നത്. അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ, ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ, ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന്. ഇതുപോലും അറിയാത്തവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഒന്നിനെയും ചെറുതായി കാണരുതേ. ഓക്കെ, അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ അവനെ കണ്ടു. ഓക്കെ, അതുപോലെ ഐ ആം ഗോയിങ് ടുഡേ, ഞാൻ ഇന്ന് പോവുകയാണ്. ഐ ആം ഗോയിങ് ടുഡേ, ഞാൻ ഇന്ന് പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്നർത്ഥം വരാനായിട്ട് ടുഡേ ചേർത്തു. ഇനിയുള്ളത് ടുമോറോ, നാളത്തെ കാര്യമാണ്. ഐ വിൽ ഗോ ടുമോറോ, വില്ല് ചേർക്കുന്ന എന്തിനാ, നാളത്തെ കാര്യം പറയാൻ. സോ ഐ വിൽ ഗോ ടുമോറോ, നാളെ ഞാൻ പോകും. അപ്പോൾ എന്തൊക്കെയാണ്, യെസ്റ്റർഡേ ഇന്നലെ, ടുഡേ ഇന്ന്, ടുമോറോ നാളെ. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച, അടുത്ത ആഴ്ച, ഈ മൂന്നെണ്ണം എങ്ങനെയാ പറയാ? കഴിഞ്ഞ ആഴ്ച എന്ന് പറയാനായിട്ട് ലാസ്റ്റ് വീക്ക് എന്ന് പറയും. ഈ വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച എന്നാണ് കേട്ടോ അർത്ഥം. സോ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എന്നാണ്. ദിസ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച എന്നാണ്. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എന്നാണ്. എന്തൊക്കെയാണ്? ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച, ദിസ് വീക്ക് ഈ ആഴ്ച, നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച. ഫോർ എക്സാമ്പിൾ, ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്, ഞാൻ കഴിഞ്ഞ ആഴ്ച അവനെ കണ്ടു. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്, ഞാൻ കഴിഞ്ഞ ആഴ്ച അവനെ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്താണ്? ഐ എം ഗോയിങ് ടു ബൈ എ കാർ ദിസ് വീക്ക്. ഐ എം ഗോയിങ് ടു ബൈ എ കാർ ദിസ് വീക്ക്. ദിസ് വീക്ക് മീൻസ് ഈ ആഴ്ച ഞാനൊരു കാറ് വാങ്ങാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ബൈ, ഞാൻ വാങ്ങാൻ പോവുകയാണ്. എന്ത്? എ കാർ, ഒരു കാറ്. എന്ന്? ഈ ആഴ്ച, ദിസ് വീക്ക്. സോ ഐ എം ഗോയിങ് ടു ബൈ എ കാർ ദിസ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച ഞാനൊരു കാറ് വാങ്ങിക്കാൻ പോവുകയാണ് എന്നാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാലോ അടുത്ത ആഴ്ച. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് വരിക, ഐ എം ഗോയിങ് ടു ബൈ എ കാർ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞാനൊരു കാറ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച, ദിസ് വീക്ക് ഈ ആഴ്ച, നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച. ഇതുപോലെ എല്ലാം വരും കേട്ടോ. അപ്പോൾ ഡേ കൂട്ടി നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം, ഈ ദിവസം, ഈ വരുന്ന ദിവസം, അല്ലെങ്കിൽ അടുത്ത ദിവസം എന്നൊക്കെ പറയാനായിട്ടും നമുക്ക് ഡേ എന്ന് ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം, ദിസ് ഡേ ഈ ദിവസം, അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം എന്ന് പറയാവുന്നതാണ്. അതുപോലെ മന്ത് ആണെങ്കിൽ അങ്ങനെ പറയാം, ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം, ദിസ് മന്ത് ഈ മാസം, നെക്സ്റ്റ് മന്ത് അടുത്ത മാസം. അതുപോലെ ഇയർ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ, വർഷം. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം, ദിസ് ഇയർ ഈ വർഷം, നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം. ഇങ്ങനെ വർഷങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ എല്ലാം നമുക്ക് ലാസ്റ്റും ദിസും നെക്സ്റ്റും കൂട്ടിയിട്ട് പറയാവുന്നതാണ്. ഇനി മറക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം, അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. കുറച്ച് മുമ്പ്, ദൈപ്പോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ്. എങ്ങനെ പറയും? എങ്ങനെയാ പറയാ? കുറച്ച് മുമ്പ്, ദൈപ്പോ, കുറച്ച് മുമ്പ്. എങ്ങനെ പറയാ? നോട്ട് ചെയ്യുക കേട്ടോ. കുറച്ച് മുമ്പ് എന്ന് പറയാനായിട്ട് എ ലിറ്റിൽ വൈൽ എഗോ. എ ലിറ്റിൽ വൈൽ എഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ എന്ന് പറയാനായിട്ടോ ജസ്റ്റ് നൗ. ഓക്കെ, ഐ ഹാവ് അറൈവ്ഡ് ജസ്റ്റ് നൗ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് ജസ്റ്റ് നൗ, ഇപ്പോൾ. ഇനി കുറച്ച് കഴിഞ്ഞ്, സൂൺ, സൂൺ, ഹി വിൽ കം സൂൺ, അവൻ ഇപ്പോൾ തന്നെ വരും. ഓക്കെ, അതായത് ഇപ്പോൾ തന്നെ, കുറച്ച് കഴിഞ്ഞിട്ട് എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് നമുക്ക് സൂൺ എന്ന് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും നോട്ട് ചെയ്ത് വയ്ക്കുക. കുറച്ച് നേരം മുന്നേ, എ ലിറ്റിൽ വൈൽ എഗോ, ഇപ്പോൾ ജസ്റ്റ് നൗ, കുറച്ച് കഴിഞ്ഞ് സൂൺ എന്ന് പറയാവുന്നതാണ്.
അതുപോലെ തന്നെ എപ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയരുത് കേട്ടോ. ലാസ്റ്റ് നൈറ്റ് എന്നേ പറയാൻ പാടുള്ളൂ. ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നലെ രാത്രി ഐ മെറ്റ് ഹിം ലാസ്റ്റ് നൈറ്റ് എന്നേ പറയാൻ പാടുള്ളൂ. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയരുത് കേട്ടോ. അപ്പോൾ യെസ്റ്റർഡേ ഇന്നലെ രാത്രി എന്ന് പറയാനായിട്ട് ലാസ്റ്റ് നൈറ്റ് എന്നേ നിങ്ങൾ പറയാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ ഇന്ന് രാവിലെ എന്ന് പറയാനായിട്ട് ടുഡേ മോർണിംഗ് എന്ന് പറയേണ്ട ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദിസ് മോർണിംഗ്, ദിസ് നൂൺ എന്നൊക്കെ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇന്ന് രാത്രി എന്ന് പറയാനായിട്ട് ടുഡേ നൈറ്റ് എന്ന് പറയുന്ന ഒരുപാട് കേട്ടിട്ടുണ്ട്. ടുഡേ നൈറ്റ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ദുബായ് ടുഡേ നൈറ്റ്. അങ്ങനെ പറയുമോ? ടുഡേ നൈറ്റ് എന്ന് പറയരുത്, പകരം ടു നൈറ്റ് എന്ന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് രാത്രി എന്ന് പറയാനായിട്ട് ടു നൈറ്റ് എന്നും, ഇന്നലെ രാത്രി എന്ന് പറയാനായിട്ട് ലാസ്റ്റ് നൈറ്റ് എന്നും പറയണം. ഇതൊക്കെ ഇത്ര കൺഫ്യൂഷനാണ്, എന്നാലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇപ്പം അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും നമുക്ക് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയുള്ളൂ എന്നിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ലാസ്റ്റ് നൈറ്റ് ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന യെസ്റ്റർഡേ നൈറ്റ് എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് പറയുന്നത് എന്ന്. ടുഡേ നൈറ്റ്, ഇന്ന് ടുഡേ നൈറ്റ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സിനിമകളിലൊക്കെ നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ സിനിമകൾ കാണുന്ന സമയത്ത് ഇന്ന് രാത്രി ഈ സിനിമ ഉണ്ട് എന്ന് പറയുമ്പോൾ ടു നൈറ്റ് എന്ന് കാണിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ടു നൈറ്റ് പഠിച്ചത്. അങ്ങനെ ഓരോന്നിൽ നിന്ന് നമ്മൾ പഠിച്ചു വരികയല്ലേ. അപ്പോൾ അതുപോലെ ഇന്നലെ രാത്രി എന്ന് പറയാനായിട്ട് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതെ ഇപ്പോൾ എന്ന് പറയാനായിട്ട് റീസെൻ്റ്ലി എന്ന് പറയാം. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് റീസെൻ്റ്ലി എന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ നൗ എ ഡേയ്സ്, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറയാനായിട്ട് ഒന്നല്ലെങ്കിൽ റീസെൻ്റ്ലി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു വാക്കാണ് നൗ എ ഡേയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സമയത്തെ സൂചിപ്പിക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട വാക്കുകൾ. നമുക്കറിയുന്നത് യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ ആണ്. അതിന് പുറമെ ഇത്രത്തോളം വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് എന്ന് കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കുക. ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഞാനത് ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് അങ്ങ് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. താങ്ക് യു.